നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ഞാനും ദൈവം സഹായിച്ചു വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചാനലിനൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല തന്നിട്ടുള്ളത്, ഉളുപ്പും മുളകും ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ അവരുടെ മൂത്ത മകള് പൊന്നൂസ് വ്ളോഗ് അവരുടെ ചാനലിൽ നിന്നാണ്. അവരുടെ മൂത്ത മകള് പൊന്നും ഷെബിനും കൂടി ചെയ്തിട്ടുള്ളൊരു വീഡിയോയ്ക്ക് ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. ആ റിയാക്ട് ചെയ്തതിൻ്റെ പേരിലാണ് എൻ്റെ ചാനലിനൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, ആദ്യമായിട്ടല്ല നമ്മളെ ചാനലിൽ സ്ട്രൈക്ക് കിട്ടുന്നത്. സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ അതിൻ്റെതായ വഴിക്ക് നടക്കും. യൂട്യൂബിൻ്റെ ഫെയർ യൂസേജ് പോളിസിക്കകത്താണ് പരിപാടികൾ വരുന്നത്. യൂട്യൂബ് തീരുമാനിക്കുകയാണെങ്കിൽ ആ വീഡിയോ എനിക്ക് തിരിച്ചു കിട്ടും. തൽക്കാലം ഇപ്പോൾ ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ കുറച്ച് ദിവസം കൊണ്ട് തിരിച്ചു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ പറയും, അത് കഴിയട്ടെ. എന്താണെങ്കിലും ഇതിന് റീസൺ എന്താ വെച്ചാൽ, ഈ രണ്ടാമത്തെ മകള് കല്യാണം കഴിഞ്ഞ് പോയല്ലോ. ശരിയാണ്, ഇവരില്ലാണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് പോയത്. ഒളിച്ചോടിയതല്ല, വേറൊരുത്തൻ്റെ ഒളിച്ചോടിയല്ല. ഇവർ തീരുമാനിച്ച ചങ്ങായിനെ തന്നെ കല്യാണം കഴിച്ചിട്ട് പോയി. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ എടുത്തു പറയണം എന്നുള്ളത് കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഈ മൂത്ത മകൾ പൊന്നും അതിൻ്റെ ഭർത്താവ് ഷെബിനും കൂടി ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരു Q&A സെഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ രണ്ടാളും കൂടി വീഡിയോ ഇട്ടിട്ടുള്ളത്. ഈ Q&A സെഷനിൽ ഇവർ ചോദ്യം ചോദിച്ചു, ഷെബിൻ്റെ പാരൻസ് അവിടെ ഇല്ലേന്ന്. നമ്മളാരെല്ലാം എടുത്തിട്ടത് അവരെന്നെ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻസ് പൊക്കി പിടിച്ച് കൊടുത്തിട്ട് അവരതിന് മറുപടി പറഞ്ഞു, പാരൻസ് കൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തിനൊക്കെയോ ന്യായീകരിച്ച് മെഴുകുന്നു കണ്ടു. ഈ മെഴുകുന്നതിന് ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരുപാട് പേര് റിയാക്ട് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെയൊക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അധികം ആൾക്കാരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളൂ, റിയാക്ട് ചെയ്യാറുള്ളൂ. എക്സെപ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഈ ചെറിയ ആ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുള്ള അതിൻ്റെ ഭർത്താവുണ്ടല്ലോ ഗോകുലും ഒരു സെലിബ്രിറ്റി ആയിട്ട് ചാറ്റ് ചെയ്തത്. അത് ആ സെലിബ്രിറ്റി ആരാന്നുള്ളത് അവർ അമ്മേനെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ആചാരത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ആ ചാറ്റ് പുറത്തേക്ക് വിട്ടിട്ടുള്ള ഒരു വീഡിയോന് ഞാൻ കുറച്ച് വൾഗർ രീതിയിൽ തന്നെ ഞാൻ റിയാക്ട് ചെയ്തു. അത് ഞാൻ മനഃപൂർവ്വം തന്നെ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, അവർക്ക് തോന്നാത്ത, സ്വന്തം കൂടപ്പറപ്പിന് തോന്നാത്തതൊന്നും നമുക്കാർക്കും തോന്നേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടാൽ ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ ഭയാനകമായ വെർഷനിൽ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. എന്തായാലും ആ ഒരു വീഡിയോയ്ക്ക് അവർ കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അവരൊരു വീഡിയോ കൂടി ഇട്ടു. ഈ വീഡിയോ ഇട്ടതിൽ ഒരു ചെറിയ കാര്യം അവർ ഇത് രണ്ടും കൂടി ഇരിക്കുന്നത്, ഞാനിപ്പോൾ രണ്ടാളുടെയും കൂടി ഇത് കേൾപ്പിക്കുന്നില്ല. ഏതോ ഒരുത്തനെ പറ്റിയാണ് പറയുന്നത്. ആ ഒരുത്തൻ ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ ഞാനിപ്പോൾ രണ്ടാമത് പ്ലേ ചെയ്യുന്നില്ല. ഇതാ കാണാണ്ടല്ലോ അല്ലേ, ഇതാണ് ആ വീഡിയോ. രണ്ടാളും കൂടി കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇനിയിപ്പോൾ രണ്ടാമത് ഞാൻ വരെ ഇത് പ്ലേ ചെയ്യില്ല. ഒന്നാമത് ക്ലിയർ ഒന്നുമില്ല വോയിസ്, അതുകൊണ്ടാണ് ഞാൻ പ്ലേ ചെയ്യാത്തത്. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് എന്നെക്കുറിച്ച് തന്നെ പറയുന്നത് തോന്നുന്നുണ്ട്. വേറുള്ളവരെ കുറിച്ച് പറയാനുള്ള ചാൻസസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ ഈ വിഷയത്തിൽ വേറെ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാരെയൊക്കെ വായലിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അവർ പഞ്ചായത്ത് വിട്ടോടേണ്ടി വരും. കാരണം അങ്ങനത്തെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ഈ കാര്യം ഇതേ ഞാൻ പറഞ്ഞ അതേ ആശയം പറഞ്ഞിട്ടുള്ളത്. ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അവരൊക്കെ കോപ്പിറൈറ്റ് അടിച്ചു എന്ന് മാത്രം ഓർമ്മ ഉണ്ടാവും. പോട്ടെ, അതല്ല നമ്മളെ വിഷയം. ഞാൻ ഇവരോടൊരു കാര്യം പറയാനുള്ള എന്താ അറിയോ, ഇവർ തന്നെ ആ ഒരു വീഡിയോയിലൊന്ന് പറഞ്ഞു കേട്ടു, വേറുള്ള വീഡിയോസൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത്. അതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര താല്പര്യമാണ്, അതൊന്നും കാണൂല്ല. കാലങ്ങളായിട്ട് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പേക്കൂത്ത്, പച്ചയ്ക്ക് പറഞ്ഞാൽ പേക്കൂത്ത്, സ്വന്തം വീട്ടിൽ നടക്കേണ്ട കാര്യങ്ങൾ റോട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള അത്രയും തരം താണിട്ടുള്ളൊരു ഫാമിലിയാണ് കംപ്ലീറ്റ്. ആരെയും പ്രത്യേകിച്ച് എടുത്തു പറയാനില്ല. എന്നിട്ടും കാലങ്ങളായിട്ട് ഞാൻ ഇവരെ സപ്പോർട്ടേ ചെയ്തിട്ടുള്ളൂ. രണ്ട് മക്കളും തെമ്മാടിത്തരം കാണിച്ച് ഇതാക്കിയപ്പോൾ ആ അച്ഛനും അമ്മേനെ ആലോചിച്ചിട്ട് വളരെ കഷ്ടം തോന്നിയൊരു വ്യക്തിയാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോയും ചെയ്തിട്ടുണ്ട്. മൂത്ത മകൾ കണ്ട തെമ്മാടിത്തരം കാട്ടിയ സമയത്തൊക്കെ അവർ ഇങ്ങനെ വന്ന് കരഞ്ഞ സമയത്തും അതെ, ഞാൻ ഒറ്റ വീഡിയോയിൽ ചെയ്തിട്ടുള്ളൂ. ആ അച്ഛനും അമ്മേനെ സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ നന്ദി അവർക്ക് ഉണ്ടായിരുന്നു ഫോൺ ചെയ്തപ്പോൾ. കാരണം വെച്ചാൽ രണ്ടാമത്തെ മകളുടെ കേസ് വന്ന സമയത്ത്, രണ്ടാമത്തെ മകൾ ഇറങ്ങിപ്പോയല്ലോ, ആ സമയത്ത് ഇവർ രണ്ടാളും കൂടി എന്നെ ഫോണിൽ സംസാരിച്ചാണ്. ഈ സംഗീത എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ ഭർത്താവ് അനുവേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളോടും ഞാൻ ഏകദേശം തിരക്കിൻ്റെ ഇടയിലും നല്ല തിരക്കുണ്ടായിരുന്നൊക്കെ 2-3 മണിക്കൂർ ഇവരെ കഥകൾ കേട്ടതാണ്. എനിക്ക് തന്നെ ഭയങ്കര വിഷമം തോന്നിപ്പോയി. എന്നിട്ട് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തു. ഇവർ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്നും കൂടി എടുത്ത് കേട്ടിട്ടേ ഉള്ളൂ. അത് കേട്ട സമയത്ത് സത്യം പറഞ്ഞാൽ വിഷമം തോന്നിപ്പോയി. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തു. പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരാളോടും ഷെയർ ചെയ്തിരുന്നില്ല. പക്ഷെ ഇവർ രണ്ടാളും എന്ത് പണിയായിട്ടീന്ന് അറിയോ, ഇതേപോലെ എല്ലാ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ടും കാര്യങ്ങൾ വിളമ്പിയിട്ടുണ്ട്. അതിൽ ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് വീഡിയോയും ചെയ്തു. ഈ വീഡിയോ ചെയ്തതിൻ്റെ ബേസിൽ രാത്രി എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആരോടെയും പറഞ്ഞിരുന്നു എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഇന്നലെ ഒരാൾ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ പറഞ്ഞു.
അതൊന്നും ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നെ വിളിച്ച് രാത്രി സങ്കടപ്പെട്ടുകൊണ്ട് രണ്ടാളും കൂടി, അച്ഛനും അമ്മയും കൂടി. എന്നിട്ട് ഒരാവശ്യമില്ലാണ്ട് ഒരു കാര്യമില്ലാതെ ഞാൻ ഈ വീഡിയോ ചെയ്ത ആളെ പോയി വിളിച്ചിട്ട് കൈയും കാലും പിടിച്ചിട്ട് ഇവർക്ക് വേണ്ടിയിട്ടേ എനിക്കെന്ത് കാര്യമുള്ളതിൽ. എന്നിട്ട് ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചു. കാരണം ആ കുടുംബത്തിന് ഇനിയും മാനം കിടത്തേണ്ട, അച്ഛനും അമ്മേനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട്. ഇത് ഞാൻ എൻ്റെ വലിയ വലിപ്പം പറഞ്ഞുണ്ടാക്കില്ല കേട്ടോ. ഇതൊക്കെ ചെയ്ത നല്ല കാര്യങ്ങൾ കുറ്റങ്ങളൊന്നും അറിയുന്നില്ല. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ വിമർശിക്കാറുണ്ടെങ്കിൽ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. അവർ ചോദിച്ചു ഈ ചെക്കൻ്റെ അച്ഛനും അമ്മയും കൂടെ ഇല്ലേ ചോദിച്ചു. ഇല്ല എന്ന് അവർ പറഞ്ഞതിന് ഞാൻ എൻ്റെ അഭിപ്രായം ഒറ്റ അഭിപ്രായം തന്നെ ഉള്ളൂ. എന്നെക്കാളും ഇതേപോലെ പറഞ്ഞ വേറെ ആൾക്കാരുണ്ട്. ഞാൻ ഇത്ര മാത്രമേ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ട് എൻ്റെ അമ്മ കൂടെ ഇല്ലെങ്കിൽ അത് നോക്കേണ്ട എൻ്റെ ഭാര്യയുടെ ചുമതല, എൻ്റെ ഭാര്യയുടെ സ്വഭാവത്തിൻ്റെ ദൂഷ്യം തന്നെയാണത്. കാരണം എൻ്റെ ഭാര്യയാണ് പറഞ്ഞ മനസ്സിലാക്കി തരേണ്ടത്. കാരണം എൻ്റെ വൈഫിന് അവളുടെ അച്ഛനും അമ്മയുണ്ട്, ഞാനുണ്ട്, അവരുടെ കാര്യമൊക്കെ റെഡിയാണ്. ഇതാണ് ആ പൊന്നൂൻ്റെ അവസ്ഥ. ഒക്കിപ്പോൾ എന്താ പ്രശ്നം? അവളെ ഭർത്താവും കൂടെ ഉണ്ട്, അവളെ കുട്ടികളും ഉണ്ട്, അവളെ അച്ഛനും അമ്മയുണ്ട്. എന്നാൽ അത് മാത്രം മതിയല്ലോ ലോകം. പക്ഷെ നേരെ മറിച്ച് ഭർത്താവിന് ഒരു അച്ഛനമ്മയുണ്ട്, അതിൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട്, ചങ്ങായിൻ്റെ. എനിക്ക് മനസ്സിലാവുന്നു കേട്ടോ. കൂടപ്പറപ്പും അമ്മയുണ്ട്. അപ്പം അവരെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടു കിടക്കേണ്ടത് ആ സ്ത്രീയുടെ ചുമതലയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ടാണ്, ഇതേ വർത്താനം തന്നെയാണ് ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞിരുന്നതും. ഈ കാര്യം ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ആ ക്ലിപ്പ് എടുത്തു എന്നുള്ള പേരിൽ നമുക്ക് ഒരു സ്ട്രൈക്ക് അടിച്ചു. ആ സ്ട്രൈക്ക് അതിൻ്റെ വഴിക്ക് പോകും. അത് ഞാൻ റിമൂവ് തന്നെ ചെയ്തുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ, നല്ലത് പറഞ്ഞ സമയത്ത് അതും കൂടി കാണാൻ പഠിക്കണം മക്കൾ കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, നമ്മളൊക്കെ വീട്ടിൽ പ്രശ്നങ്ങളില്ലാത്ത വീടുകളുണ്ടാവില്ല. എല്ലാവരുടെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും അടിപിടിയോ പ്രശ്നമോ കാര്യങ്ങളുണ്ടെങ്കിൽ അയലോക്കത്തെ ആൾക്കാർ കേട്ടു എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ മടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതേപോലത്തെ ഒരുപാട് പേര് എൻ്റെ വീഡിയോസും കാണുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ തന്നെ പറയൂ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല. ഈ കുടുംബം ഞാൻ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. ഇത്ര അധികം നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ മാനം കെട്ടിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടായിരിക്കില്ല. എന്നിട്ടും ഇവർക്ക് എങ്ങനെ പൊതുസമൂഹത്തിലേക്ക് പുറത്തേക്ക് ആൾക്കാരുടെ ഇറങ്ങി നടക്കാൻ പറ്റുമെന്നുള്ളത് സീരിയസ് ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ അന്തം വിടുന്നൊരു കേസാണത്. എങ്ങനെ ഇവർക്ക് ഒരാളെ ഫേസ് ചെയ്യാൻ പറ്റുമോ? എന്നിട്ടും ഒരു ഉശിരും പുളി ഇല്ലാണ്ട്, സത്യം പറഞ്ഞാൽ ഉപ്പും മുളകും. ഞാൻ ഇവരെ അച്ഛനും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങളോട് ഞാൻ ഏത് രീതിയിലാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത് എന്നുള്ളത്. ഒരു അച്ഛനമ്മയ്ക്കും കാണുമല്ലോ. കാരണം ഞാൻ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് അവർ സംസാരിച്ചിട്ടുള്ളൂ. അമ്മയുടെ കാര്യം അമ്മയോട് മാത്രമല്ല, ആ അനോട്ടം തന്നെ അയാളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ മകൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഒരൊറ്റ വിമർശനത്തിന്റെ പേരിലാണ് സ്ട്രൈക്ക് അടിച്ചിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, സ്ട്രൈക്ക് അടിച്ചോളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത്രയും കാലമായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വിഷമിപ്പിക്കാത്ത രീതിയിൽ ഞാൻ ഇതുവരെ വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. ഒരു പക്ഷേ അതായിരിക്കാം കാരണം ഇവനെ ചിലപ്പോൾ സ്ട്രൈക്ക് അടിച്ചാലോ എന്ത് ചെയ്താലോ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് എനിക്ക് സ്ട്രൈക്ക് അടിച്ചത് മനസ്സിലാവണു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വായന്ന് നല്ല ആട്ട് കിട്ടുന്ന ആൾക്കാരെ ഒരു സ്ട്രൈക്കും ഇവർ അടിച്ചിട്ടില്ല. എടുത്തു നോക്കുക, ഉപ്പും മുളകൊന്ന് അടിച്ചു പോയി കഴിഞ്ഞാൽ കണ്ടമാനം ആൾക്കാർ ഇതിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-15 റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാത്രമേ സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ളൂ. 2 റീസൺ വീണ്ടും ഞാൻ പറയണു. ഇതിന്റെ പുറകിലുള്ള വേറൊരു വ്യക്തി ഉണ്ട്, ഒരു ഉളുപ്പില്ലാത്തവൻ വേറെ ഉണ്ടൊക്കെ അറിയാം. കാരണം ഓൻ തന്നെ എനിക്ക് ഇതിന് മുന്നേ ഒരു സ്ട്രൈക്ക് അടിക്കാൻ നോക്കിയിട്ടുണ്ട്. ആരൊക്കെ കൂടിയിട്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിച്ചറിയോ? ഇനി നമ്മൾ ക്ലിപ്പ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇനി ക്ലിപ്പ് ഉപയോഗിക്കാതെ നിങ്ങൾ ഇനി സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ കൊടുത്തിടുമല്ലോ. അപ്പം നമ്മൾ ഈ മയവും പരിപാടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി വർത്താനം പറഞ്ഞ് കാണിച്ചു തരാം അല്ലേ? ഇനി ആ ഒരു മയത്തിലുള്ള പരിപാടികളുണ്ടല്ലോ അതൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പഴയ കേസിലേക്ക് ഞാൻ പോവില്ല എന്ന് വിചാരിച്ചാണ്. അത്യാവശ്യം നല്ല പേരാണല്ലോ, നല്ല രീതിയിലാണല്ലോ കല്യാണം കഴിച്ചത്. നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ ഈ പൊന്നും ഭർത്താവും നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. ആ ചെക്കൻ വളരെ നല്ലതാണെന്ന് അയാൾ എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ റെക്കോർഡിങ് അവരെടുത്തുണ്ട്, എൻ്റെ അടുത്തുണ്ട്, അവരെടുത്തുണ്ടെങ്കിൽ അച്ഛനമ്മയുടെ അടുത്തുണ്ടെങ്കിൽ കേട്ടുള്ളൂ. ഞാൻ പറഞ്ഞതാണ്, ആ ചെക്കനെ കണ്ടാൽ തന്നെ അറിയാം അത്രയും സ്നേഹമുള്ള പയ്യനാണ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്, അവൻ്റെ അച്ഛനും അമ്മേനും കൂടി എങ്ങനെയെങ്കിലും യുണൈറ്റ് ചെയ്ത് കിട്ടിയാൽ മതി. കാരണം ഞാൻ അതൊക്കെ വിചാരിച്ചു. ഞാൻ അവരുടെ കേസിൽ പറയും ചോദിച്ചു. അവർക്ക് എന്താ വെച്ചാൽ നാട്ടുകാർ മുഴുവൻ അവരുടെ വീട്ടിലുള്ളവരാ തോന്നുന്നുണ്ട്. അതേമാതിരി എനിക്ക് സംസാരിച്ച സമയത്ത് എന്തോ സ്വന്തക്കാരോട് സംസാരിക്കണമായിട്ട് തോന്നി. ഇതൊക്കെ ഉണ്ടായ സംഭവമാണ്. പക്ഷെ അയച്ചിട്ട് കുറേ കാര്യങ്ങൾ മനുഷ്യൻ മുണ്ടാതിരുന്നു. ഇനി ഉണ്ടാതിരിക്കില്ല കേട്ടോ. അപ്പോൾ സ്ട്രൈക്ക് മാറിയതിന് ശേഷം ബാക്കിയും കൂടി പറയാം. ഈ പറഞ്ഞ് പറയില്ലല്ലോ. സ്ട്രൈക്ക് മാറിയതിന് ശേഷം ബാക്കിയുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ പൊന്നും ഷെബിനും അറിയാനുള്ള ഒറ്റ കാര്യം മാത്രമേ പറയുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ വെക്കേണ്ട കാര്യങ്ങൾ വീട്ടിൽ വന്നിട്ട് ഒരാൾക്കും ഇവിടെ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീട്ടിൽ വെക്കേണ്ട കാര്യങ്ങൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും അഭിപ്രായം പറയില്ല. സോഷ്യൽ മീഡിയ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് വർത്തമാനം പറയും. അതിന് ഇനി യാതൊരു മയവും ഇല്ല. ഇനി ക്ലിപ്പും പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്ത് പിണ്ണാക്ക് കാണിച്ചാലും വേണ്ടി